സുഹൃത്തുക്കളെ, അപ്പം ഞാനൊരു യാത്രയിലാണ്. ഞാൻ ലോസ് ഏഞ്ചലസിൽ നിന്ന് ഇന്നലെ രാത്രി ചിക്കാഗോ ഒഹെയർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങി. അവിടെ നിന്നൊരു കാറ് റെന്റിനെടുത്ത് നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒരു റോഡ് ട്രിപ്പാണ്. ഇവിടുന്ന് ഒരു 9 മണിക്കൂർ ഡ്രൈവ് ആണുള്ളത്. അപ്പൊ അതിനിടയിൽ ഇന്ത്യാന സംസ്ഥാനത്ത് ഗാരി പോർട്ടേജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇന്ന് തങ്ങിയത്. ഇനി മുന്നോട്ടുള്ള യാത്ര തുടങ്ങുകയാണ്. നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നയാഗ്ര വെള്ളച്ചാട്ടവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളും പ്രകൃതിയും. മുൻകാലങ്ങളിൽ ഏകദേശം ഒരു 15 വർഷത്തിന് മുമ്പ് ഞാൻ ഈ പ്രദേശത്ത് ന്യൂയോർക്ക്, അപ്സ്റ്റേറ്റ് ന്യൂയോർക്കിലൊക്കെ ജീവിച്ചിരുന്നു. ഒരു 5-6 കൊല്ലം അവിടെയായിരുന്നു. ഞാൻ ഒരു US ആർമിയുടെ ബേസിലായിരുന്നു ഒരു 5-6 കൊല്ലം ഉണ്ടായിരുന്നത്. തിരിച്ച് നമ്മുടെ ഓർമ്മകൾ നൊസ്റ്റാൾജിയൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ആ വെള്ളച്ചാട്ടവും കാണുന്നു. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങൾ, ലോകം മൊത്തമുള്ള അന്താരാഷ്ട്ര വാർത്തകൾ, രാഷ്ട്രീയം, സാമൂഹ്യ വിഷയങ്ങൾ, മതം എല്ലാം ഞാൻ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മളൊരു കാപ്പി ബ്രേക്കിലായിരുന്നു. കോഫി ഒരെണ്ണം കുടിച്ചു. അതിനുശേഷം നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നയാഗ്രയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു യാത്രയുടെ നമ്മളുടെ പ്രാതൽ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പ്രാതൽ കഴിച്ചു കഴിഞ്ഞ് ഇനി നയാഗ്രയിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്ത്യാന എന്ന് പറഞ്ഞ സംസ്ഥാനത്താണ്. ചിക്കാഗോയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയത് ലോസ് ഏഞ്ചൽസിൽ നിന്നും ഷിക്കാഗോ വന്നു. ഷിക്കാഗോയിൽ നിന്നും നമ്മളിപ്പോൾ പോകുന്നത് ഇന്ത്യാന ക്രോസ് ചെയ്ത് ഒഹയോ ക്രോസ് ചെയ്ത് നയാഗ്ര വെള്ളച്ചാട്ടം, ന്യൂയോർക്ക് സംസ്ഥാനത്തിലെ അപ്സ്റ്റേറ്റ് ന്യൂയോർക്കിലുള്ള നയാഗ്ര വെള്ളച്ചാട്ടം. ഞാനീ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു പ്രത്യേകത, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതിനടുത്തായിട്ട് റോച്ചസ്റ്റർ എന്ന സ്ഥലത്ത് മയോ ക്ലിനിക്കില് അദ്ദേഹത്തിന് ചികിത്സയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അദ്ദേഹം വിളിക്കുകയാണെങ്കിൽ ഞാൻ ഒരു പക്ഷേ മിസ്റ്റർ പിണറായി വിജയനെ കാണാൻ പോകുന്നതായിരിക്കും. അങ്ങനെ ഒഹയോ എന്ന സംസ്ഥാനത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ കൺസ്ട്രക്ഷൻ ആയിട്ട് കുറച്ച് റോഡ് ഒക്കെ, കൺസ്ട്രക്ഷൻ കാരണം റോഡുകൾ അടച്ച് വളരെ നീണ്ട നേരെയുള്ള ട്രക്കുകളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ കടന്നിരിക്കുന്ന സംസ്ഥാനങ്ങള്, ഞാൻ ഇന്നലെ ലോസ് ഏഞ്ചൽസിൽ നിന്ന് വന്നതിന് ശേഷം ചിക്കാഗോയിൽ ഇറങ്ങി റെന്റൽ കാർ എടുത്തു. അത് കിയയുടെ ഒരു സോൾ എന്ന് പറഞ്ഞ കാറാണ് എടുത്തത്. അതിനുശേഷം ഇന്ത്യാനയിൽ തങ്ങി. ഇന്ത്യാനയിൽ നിന്ന് രാവിലെ പ്രാതൽ കഴിച്ച ശേഷം നമ്മളിപ്പോ ഇന്ത്യാന സംസ്ഥാനം വിട്ട് ഒഹയോയിലേക്ക് കടന്നു. ഒഹയോയില് നിറയെ നമുക്ക് കാണാവുന്ന പോലെ ഇവിടെയൊക്കെ കൃഷിയാണ്, പലതരത്തിലുള്ള കൃഷികളാണ്. ഇപ്പൊ ഒഹയോ സംസ്ഥാനത്ത് കൂടി കടന്നതിന് ശേഷമാണ് ഇനി നമ്മുടെ ന്യൂയോർക്കിലേക്ക് ഉള്ള യാത്രാമധ്യേ ഉള്ള ഓരോ കാഴ്ചകളാണ് കാണുന്നത്. ഒട്ടനവധി കൃഷിയിടങ്ങൾ, ചോളം, ഉരുളക്കിഴങ്ങ്, അങ്ങനെ പലതരത്തിലുള്ള കൃഷികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പുറത്തെ റോട്ടിൽ നിറയെ ട്രാഫിക്കാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നതിന്റെ പേരിൽ. നമ്മളിപ്പോൾ ഒഹയോ ക്ലീവ്ലാൻഡ് എന്ന് പറഞ്ഞ സിറ്റിക്ക് അടുത്തെത്താറായി. 90 ഈസ്റ്റ് എന്ന ഫ്രീവേ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് ഏകദേശം ഒരു 3.5 മണിക്കൂർ കൂടിയുണ്ട്. മൊത്തമായിട്ടൊരു 9 മണിക്കൂറാണ് ഈ യാത്ര നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പൊ ഇനി ഒരു 3.5 മണിക്കൂർ കൂടി നമ്മൾ യാത്ര ചെയ്തായാലും നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നമ്മൾ എത്തിപ്പെടും എന്നൊരു സാഹചര്യമാണ് ഉള്ളത്. പിന്നെ നമ്മളിപ്പോ ഇതില് വാഹനം, പലപ്പോഴും അമേരിക്കയിൽ പല വാഹനങ്ങളും, പുതിയ വാഹനങ്ങൾ തന്നെ, ഞാനിപ്പോൾ റെന്റിന് എടുത്തിരിക്കുന്ന കാറ് തന്നെ പോകും. സ്റ്റിയറിംഗ് ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക് ആ ലൈനിന്റെ ഉള്ളിൽ നിന്ന്, പിന്നെ ക്രൂസ് കൺട്രോൾ ഇട്ട്, ഇത് ഓട്ടോമാറ്റിക് സ്പീഡ്, അഡാപ്റ്റീവ് ക്രൂയിസിങ്, പിന്നെ ലൈൻ കൺട്രോൾ ഒക്കെയുള്ള കാറുകളാണ്. അപ്പൊ നമ്മൾ സ്റ്റിയറിംഗ് ഒന്നും പിടിച്ചില്ലെങ്കിലും തന്നെ പോകുന്ന രീതിയിലേക്ക്
ടെക്നോളജി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വാഹനത്തിൽ നമ്മൾ അത്ര ശ്രദ്ധ പതിപ്പിക്കേണ്ട ആവശ്യമില്ല, വാഹനം തന്നെ പോകുന്ന സ്ഥിതിയിലേക്ക് ആയി കഴിഞ്ഞു. ഇതാണ് ക്ലീവ്ലാൻഡ്, ഒഹയോ. ഒഹയോയിലുള്ള ക്ലീവ്ലാൻഡ് ഡൗൺ ടൗൺ ആണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള പല ചെറു പട്ടണങ്ങളും അമേരിക്കയുടെ ഭാഗമാണ്. ന്യൂയോർക്ക്, ചിക്കാഗോ, ലോസ് ഏഞ്ചലസ്, സാൻ ഫ്രാൻസിസ്കോ എന്നൊക്കെ കേൾക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഇവിടെയൊക്കെ മിഡ് വെസ്റ്റ് സിറ്റികളാണിത്. അപ്പോൾ ഇതും ഒരു ഇങ്ങനെ മിഡ് ടയർ സിറ്റികൾ അമേരിക്കയുടെ മുതൽക്കൂട്ടാണ്. ഇവിടെയെല്ലാം ബ്ലൂ കോളർ ജോലിക്കാര്, വെള്ളക്കാര് കൂടുതലായിട്ട്, വെളുത്ത വർഗ്ഗക്കാരൊക്കെ കൂടുതലായിട്ട് ജീവിക്കുന്ന ഇടങ്ങളാണ് ഇത്. ഇത്തരത്തിലുള്ള പട്ടണങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ജീവിത ചെലവ് വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ കാലിഫോർണിയ പോലുള്ള സിറ്റികളിലൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വരവിനേക്കാളും കൂടുതൽ ചെലവാണ് അത്തരത്തിലുള്ള സിറ്റികളിൽ ഉണ്ടാവുക. എന്നാൽ വെള്ളക്കാർ അധികമായിട്ടും ഇവിടെ എല്ലാ ഇവരുടേതായ ടീമുകളുണ്ട്. ഈ സ്റ്റേഡിയം, അതിനുള്ള ടീമുകളൊക്കെ ഈ ഇത്തരത്തിലുള്ള സിറ്റികളിൽ സർവ്വസാധാരണമാണ്. ഒപ്പം തന്നെ ഇവരൊന്നും അത്തരം പണവും ചെലവ് കുറഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്, സമാധാനപരമായിട്ട് സന്തോഷത്തിൽ ജീവിക്കുകയാണ് വെള്ളക്കാരുടെ ഇത്. മറ്റു കാലിഫോർണിയ, ന്യൂയോർക്ക് പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ജനങ്ങള് പണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം, ഒപ്പം അത്തരത്തിലുള്ള ജീവിതശൈലിയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുക. ഒരു ഗ്രാമത്തിന്റെ ഉള്ളില് കയറിയിട്ട് 90 ഈസ്റ്റ് എന്ന ഇന്റർസ്റ്റേറ്റ് ഫ്രീവേ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മള് ഉള്ളിലേക്ക് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ, സ്നാക്സ് ഒക്കെ വാങ്ങുന്നതിന് വേണ്ടി ട്രേഡർ ജോസ് എന്ന കടയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സിറ്റ് എടുത്തത്. ഇവിടെ നമുക്ക് വേണ്ട വെള്ളങ്ങളും പാനീയങ്ങള്, ഭക്ഷണങ്ങള്, ലഘുഭക്ഷണങ്ങളൊക്കെ വണ്ടിയിൽ ലോഡ് ചെയ്ത് വെച്ചാൽ ദീർഘദൂര യാത്ര ആയതുകൊണ്ട് നമുക്കത് ഉപകാരത്തിൽപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സാധനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയാണ് ഇറങ്ങിയത്. ഒരു ചെറു പട്ടണമാണ്, ചെറു പട്ടണം എന്ന് പറയാൻ വലിയ ഒരു ഗ്രാമം, അമേരിക്കൻ ഗ്രാമം എന്നൊക്കെ പറയാവുന്ന ഒരു സാഹചര്യമാണ്. ഒഹയോ എന്ന സംസ്ഥാനത്താണ് ഇത് ഉള്ളത്. ഇനി നമ്മൾ എറി, പെൻസിൽവാനിയ കൂടിയിട്ടാണ് ന്യൂയോർക്കിലേക്കുള്ള 90 ഈസ്റ്റിലേക്ക് പോകുന്നത്. നമ്മുടെ യാത്രയിൽ ഒഹയോ എന്ന സംസ്ഥാനത്ത് നിന്നും നമ്മൾ പെൻസിൽവാനിയ എന്ന സംസ്ഥാനത്തേക്ക് കടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പെൻസിൽവാനിയയിലാണ് ഫിലാഡൽഫിയ മുതലായ സ്ഥലങ്ങൾ ഉള്ളത്. ഇവിടെ ശാന്തമായ തിക്കും തിരക്കുമൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് പെൻസിൽവാനിയ, ഒഹയോ, ഇൻഡ്യാന. അത് കഴിഞ്ഞ് നമ്മൾ ഇല്ലിനോയിൽ ചെല്ലുമ്പോൾ ചിക്കാഗോയിലൊക്കെ ഇത്തിരി തിരക്കുണ്ട്. അല്ലെങ്കിൽ ന്യൂയോർക്കിൽ ചെല്ലുമ്പോൾ അപ്സ്റ്റേറ്റ് ന്യൂയോർക്കൊക്കെ തിരക്ക് കുറവാണെങ്കിലും ന്യൂയോർക്ക് സിറ്റിയിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറൊരു വൈബാണ്. ന്യൂയോർക്ക് സിറ്റി, മൻഹാട്ടൻ, ബ്രൂക്ലിൻ, ക്വീൻസ്, ഹാർലം, ബ്രോങ്സ്, അതിന് ഇപ്പുറത്ത് കിടന്നാൽ ന്യൂജേഴ്സി, ക്വീൻസ്. ഭയങ്കര ക്വീൻസിലൊക്കെ കുറെ ഇന്ത്യൻസ് ഉണ്ട്, ജാക്സൺ ഹൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത്. പക്ഷെ ഇത് പെൻസിൽവാനിയാണ്. ഇവിടെയൊക്കെ വളരെ കൃഷിയും അങ്ങനെയുള്ള തൊഴിലൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗവും. പക്ഷെ ഇവിടുത്തെ കൃഷിയിടം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 1000 ഏക്കർ 2000 ഏക്കറിലൊക്കെ ഇവര് ചോള കൃഷി അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ ജീവിതം സമാധാനപരമാണ്. ഈ പെൻസിൽവാനിയ പോലെയുള്ള സ്ഥലത്തൊക്കെ ഉള്ള ജീവിതമൊക്കെ. അപ്പൊ ഇതാണ് പെൻസിൽവാനിയ. നമ്മൾ ആ സംസ്ഥാനത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്, പെൻസിൽവാനിയയിലേക്ക്. ഫിലാഡൽഫിയ ഇവിടുത്തെ ഏറ്റവും വലിയ സിറ്റിയാണ്. ഫിലാഡൽഫിയ പേര് കേട്ട അമേരിക്കൻ സിറ്റിയാണ്, പക്ഷേ ഒരു പെൻസിൽവാനിയ സംസ്ഥാനത്താണ് ഫിലാഡൽഫിയ ഇത് നിലകൊള്ളുന്നത്. ഒപ്പം തന്നെ ഇവിടെയുള്ളൊരു സിറ്റിയിൽ വെച്ചാണ് ട്രംപിന് കഴിഞ്ഞ തവണ വെടികൊണ്ട് ഒക്കെ സംഭവം ഉണ്ടായത്. അത് പെൻസിൽവാനിയ സംസ്ഥാനത്ത് വെച്ചാണ്. അപ്പൊ നമ്മൾ നയാഗര വെള്ളച്ചാട്ടത്തിൽ നിന്നും ഏകദേശം 2 മണിക്കൂർ അകലെയാണ്. അതായത് 123 മൈല്. 123 മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 200-210 കിലോമീറ്ററിനടുത്ത് കൂടി പോകണം. അത് നമ്മൾ 2 മണിക്കൂർ കഷ്ടി 2 മണിക്കൂറിനുള്ളിൽ എത്തും. ഇവിടെ ഇപ്പോൾ 8 മണി സമയമായി, രാത്രി 8:07. എന്നിട്ടും സൂര്യൻ അസ്തമിച്ചിട്ടില്ല.
നല്ല വെളിച്ചം പ്രകാശമുണ്ട്. ഒരു 9-9:30 ആയിട്ടാണ് സൂര്യൻ അസ്തമിക്കുള്ളൂ. അതാണ് വടക്കൻ ഹെമിസ്ഫിയർ വടക്കൻ ധ്രുവത്തിലെ നോർത്തേൺ ഹെമിസ്ഫിയറില് അങ്ങനെയാണ് കാലാവസ്ഥ. നമ്മൾ ഈ സമയത്ത് അലാസ്ക എന്ന സംസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാല് സൂര്യൻ അസ്തമിക്കില്ല. അവിടെ ഈ ജനങ്ങൾ ഉറങ്ങുന്നത് ഇരുട്ടാക്കുന്നത് കർട്ടൻ ഇട്ടാണ് ഇരുട്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ വിന്ററിൽ അലാസ്കയിൽ പോയാല് അവിടെ സൂര്യൻ ഉദിക്കില്ല. ആ സമയത്ത് ഇരുട്ടായിരിക്കും മുഴുവൻ സമയം. ഇതൊക്കെയാണ് പ്രകൃതിയുടെ ഓരോ വിചിത്രമായ സംഭവ വികാസങ്ങള്. അപ്പൊ നമ്മൾ പെൻസിൽവാനിയ സംസ്ഥാനത്ത് കൂടി പോകാണ്. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ നമ്മള് ന്യൂയോർക്ക് സംസ്ഥാനത്തേക്ക് കയറി നയാഗ്രയിലേക്ക് ബഫല്ലോ ഡൗൺ ടൗൺ ബഫല്ലോയിൽ ചെന്നിട്ടാണ് നയാഗ്രയിൽ എത്താൻ പോകുന്നത്.